അപ്പോൾ ഇന്നത്തെ മഴത്തോരുകുമ്പയുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പം തന്നെ ഇന്നലെ അവർ കാറിൽ വന്ന് കടപ്പാട്ടൂർ വീട്ടിലിറങ്ങുന്ന ഒരു സീനായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പം അതിനകത്ത് ഇങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ മക്കൾക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസും കാര്യങ്ങളുമാണ്. അതായത് വൈജയന്തി ചുമ്മാ ഇങ്ങനെ ബഹളം ഉണ്ടാക്കും വെച്ചാൽ അവളുടെ ഒരു സ്ഥാനം ഉറപ്പിക്കലിന് വേണ്ടിയിട്ടും ഈ അധികാരം തിരിച്ചു പിടിക്കലിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പുള്ളിക്കാരത്തി ഇങ്ങനെ നടന്ന് ബഹളം വെക്കുകയും കാര്യമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അലിയെ നിങ്ങളെ പഠിപ്പിച്ചു തന്ന വേറെ വലിയ കാര്യമുണ്ട്. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വൈജയന്തി പറയുമ്പോൾ അത് വലിയ മൈൻഡ് ആക്കാണ്ട് അവരോട് വലിയ വഴക്കിന് പോവാതെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. എസ്പെഷ്യലി അത് കുറച്ചും കൂടി കൊടുക്കുന്ന ബബിതയ്ക്കാണ്. കാരണം ബബിതയാണ് പെട്ടെന്ന് അതിന് വൈജയന്തിയുടെ ഓരോ കൊള്ളരുതായ്മകളാണെങ്കിൽ പോലും അതിന് പെട്ടെന്ന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പറയുന്നത് അത് ഇഷ്ടപ്പെടാതെ ശുഭിതയാവുന്നതും പുള്ളിക്കാരത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ വർക്കുകൾ എപ്പോഴും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ റൂമിലേക്ക് വായോ, അവിടെ നമുക്ക് കുളമാക്കി തരാമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വൈജയന്തിയുടെ കണ്ണിൽ പെടാതെ അവളിങ്ങനെ വഴക്കുണ്ടാക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കല്ല എന്നുള്ള ഒരു നല്ല അഡ്വൈസ്. ഒരു കുടുംബം നല്ല രീതിയിൽ പോകുക, അത് എല്ലാ അച്ഛന്മാരും പറയുന്നത് നിങ്ങൾ വലിയ കാര്യമൊന്നും ആക്കണ്ടായ കേട്ടോ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഡയറക്റ്റായിട്ട് ഡീൽ ചെയ്യുക. നിങ്ങളത് എന്നോട് പറ, അപ്പം അതിന് നയപരമായ രീതിയിൽ ഞാനത് ഹാൻഡിൽ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരെല്ലാവരും എസ് വെച്ചു. എന്നിട്ട് അപ്പം ഇറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഇറങ്ങാൻ പോകുന്നിടത്തേ നമ്മുടെ രോഹി പറയുകയാണ്, അച്ഛാ ഫ്രണ്ടിൽ തന്നെ അമ്മ കാണുമല്ലോ ചോദ്യോത്തര വേളയുമായിട്ട് അവിടെ നിൽക്കുമായിരിക്കും പുള്ളിക്കാരത്തി എന്നിങ്ങനെ പറയുകയാണ്. അപ്പം നമ്മുടെ ബാലേന്ദ്രൻ പറയുകയാണ്, അവൾ എന്നാന്ന് വെച്ചാൽ പറയട്ടെ, നിങ്ങളൊന്നും വലിയ കാര്യമാക്കണ്ട, അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. അങ്ങനെ അവരെല്ലാവരും കൂടെ ഹോളിലേക്ക് കയറി. രോഹി പറഞ്ഞതുപോലെ തന്നെ നിൽക്കുന്നു ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പിടിച്ചുകൊണ്ട് നമ്മുടെ വൈജയന്തി. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ അന്നേരം രോഹിനോട് തന്നെയാണ് ഫസ്റ്റ് ചോദ്യവും, എങ്ങനെ ഉണ്ടായിരുന്നു കൂടെ ബിരിയാണി എന്നിങ്ങനെ ഭയങ്കര ഒരു പുച്ഛത്തോടെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അവൻ പറയാണ്, അമ്മ ഞാൻ ബിരിയാണി അല്ല, ഞാൻ കുഴിമന്തിയാണ് കഴിച്ചത്. അപ്പോൾ ഉടനെ അവളുമാരോട് ചോദിക്കുകയാണ്, നിങ്ങളും കരിമന്തി തന്നെയാണോ കഴിച്ചത്? അന്നേരം ഉടനെ നമ്മുടെ ഭവിത പറയുന്നത്, ഞാനൊരു കിംബന്തി മന്തിയാണ് കഴിച്ചത്, ബാക്കി എനിക്കറിയില്ല കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേനും എന്നടി പറഞ്ഞത് അതെന്തോ എന്നിങ്ങനെ ചോദിച്ചിട്ടാണ്, നീ എന്നെ ഒരുമാതിരി കുരങ്ങ് കളിപ്പിക്കല്ലേ പെണ്ണെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കിന് നമ്മുടെ ബബിത പറയാണ്, അടക്കത്തിൽ പറയാണ്, ഞാനായിട്ട് കളിപ്പിക്കേണ്ടല്ലോ, കളിക്കുകയാണല്ലോ എന്ന് പറയുന്നു. അച്ഛൻ ഒരു ദിവസം ബിരിയാണി വാങ്ങിച്ച് തന്നു എന്ന് പറഞ്ഞ് നീ ഇങ്ങനെ നെകളിക്കല്ലേ മോളെ, നീ കാണുന്നവരെ ഇത്രയും വളർന്ന് വലുതാക്കുന്നത് വരെ ഈ അടുക്കളയിൽ നിന്ന് തന്നെ ആയിരുന്നു നീ കഴിച്ചത്, ഞാൻ ഉണ്ടാക്കി തന്നത് കൂട്ടിയിട്ടാണ് നീ കഴിച്ചത് എന്നൊക്കെ ഇങ്ങനെ പുള്ളിക്കാരി തുറന്നൊക്കെ പറയുന്നു. നീ മാത്രമല്ല എൻ്റെ 3 മക്കളും ഞാൻ കൊടുത്ത ആഹാരം കഴിച്ചിട്ട് തന്നെയാണ് വളർന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കൃഷ്ണമോളി കേൾക്കണം. ഇപ്പം അങ്ങനെ അല്ലെന്ന് ഇപ്പം ആരാ പറഞ്ഞത്, അവളുടെ അഹങ്കാരം കേട്ടില്ലേ എന്നിങ്ങനെ ബബിത പറഞ്ഞ ആ ഒരു കാര്യം പുള്ളിക്കാരത്തേക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം അവിടെ മെൻഷൻ ചെയ്തിങ്ങനെ പറഞ്ഞു. എന്നിട്ടിങ്ങനെ പറയണം, അവൾ പറഞ്ഞില്ലേ കിംവദന്തി അവൾ ചുട്ട് തിന്നു എന്ന്, ആ കാണുന്ന അടുക്കളയുണ്ടല്ലോ ആ അടുക്കളയിൽ വല്ലതും ഉണ്ടാക്കണം നിൻ്റെയൊക്കെ വായിലോട്ട് വെച്ച് തരാൻ, അതിന് ഞാൻ തീരുമാനിക്കണം എന്നൊക്കെ ഇങ്ങനെ വലിയ ഓരോന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്കിന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവരോട് കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബബിത പറയാണ്, അമ്മ തീരുമാനിച്ചോ, അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്തോ, അതിനകത്ത് ആരും ഇനി കൈ കടത്താനായിട്ട് വരണില്ല. എന്നിട്ട് ഇതിങ്ങനെ പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം എന്നെ തോൽപ്പിച്ചു എന്നാ, പക്ഷേ ഞാനല്ല, ശരിക്കും അവനവൻ തന്നെയാണ് തോക്കുന്നത് മനസ്സിലാവണില്ല. എന്നിട്ട് പുച്ഛനോട്ടം നമ്മുടെ ബാലേന്ദ്രൻ അതേ സെയിം പുച്ഛം ഒന്നിട്ട് രോഹി ഒരു വല്ലാത്ത ഭാവം ഇട്ടു. അപ്പോൾ എല്ലാം കൂടെ കേട്ട് ഇതായിട്ട് ഇങ്ങനെ രോഹി ഒക്കെയാണ്, നമുക്കൊരു നേരം പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാനൊന്നും പാടില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേന് വീണ്ടും അവൻ്റെ മെക്കിട്ട് കയറാനായിട്ട് നമ്മുടെ വൈജയന്തി വന്നിട്ട് പറയാണ്, ആവാം അതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്നും അങ്ങനെ തന്നെ ആയിരിക്കണം, ഇനി ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുമെങ്കിൽ മാത്രമേ ഞാൻ ഫുഡ് തരുള്ളൂ എന്ന് പുള്ളിക്കാരത്തി ഒറ്റ വാശി. എന്താ അല്ലേ. അപ്പോൾ കൃഷ്ണമോളിയൊക്കെയാണ്, അച്ഛനും അനുസരിക്കണോ എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുകയാണ്, അനുസരിക്കണം എന്ന് പറഞ്ഞില്ല, അതിന് പകരം പുള്ളിക്കാരത്തി പറയുകയാണ്, ഈ വീട്ടിൽ താമസിക്കുന്നവർക്ക് വല്ലതും തിന്നാൻ കിട്ടണമെങ്കിൽ ഞാൻ പറയണ കേൾക്കണം. ഇതും കൂടെ കേട്ടപ്പോൾ തന്നെ ബബിത ചോദിക്കുകയാണ്, അല്ല അച്ഛനല്ലേ ഈ വീട്ടിലെ കുടുംബനാഥൻ, അച്ഛനൊന്നും ഇതിനൊന്നും പറയാനില്ലേ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ അരിശം വരുവാണെന്ന് നമുക്ക് കംപ്ലീറ്റ് മനസ്സിലാവും. പുള്ളിക്കാരൻ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ കടുപ്പിച്ച് പിടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബബിത ചോദിക്കുകയാണ്, അച്ഛനൊന്നും ഇല്ലേ പറയാൻ, അച്ഛൻ എന്താ ഇതിനൊന്നും മറുപടി പറയാത്തത്? അപ്പോൾ ഉടനെ ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, ആരോട്? അപ്പോൾ ഉടനെ നമ്മുടെ ബബിത പറയുകയാണ്, അമ്മേനോട്. അപ്പോൾ ഉടനെ പുള്ളി ഒരു മറുപടി പറയണം, എനിക്കതിന് അമ്മയില്ലല്ലോ, എൻ്റെ അമ്മ മരിച്ചു പോയില്ലേ. ഒപ്പം കടുപ്പിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ്, എനിക്ക് ഭാര്യയില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേനും വൈജയന്തിയെ ഞെട്ടിത്തിരിഞ്ഞിട്ട് ഇങ്ങനെ കലിപ്പിച്ച് നോക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, വൈജയന്തിനെ നോക്കിയിട്ടാണ് പറയുന്നത്, എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു, അത് ഇറങ്ങിപ്പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇതെൻ്റെ മനസ്സിൽ നിന്നാണ് ഇറങ്ങിപ്പോയത്. മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരാൾ എന്നോട് ചോദിക്കണം, എന്നോട് ചോദിച്ചിട്ടുമില്ല, എൻ്റെ ഹൃദയത്തിലേക്ക് കയറാൻ വന്നിട്ടുമില്ല എന്നിങ്ങനെ പറയും. അത് വല്ലാണ്ട് ഏതൊരു ഭാര്യയ്ക്കും കൊള്ളുന്ന പോലെ നമ്മുടെ വൈജയന്തിക്ക് വൈജയന്തി ഭയങ്കര ഇമോഷണലായിട്ട് സാധാ എല്ലാ വട്ടത്തെയും പോലെ ഇങ്ങനെ മറ്റേ കുന്തവും വാളവും ഒന്നും എടുത്തുകൊണ്ടല്ലേ വരുന്നത്. അപ്പോൾ ഒരുമാതിരി ഇമോഷണലായിട്ടും അയാളുടെ അടുത്തേക്ക് വന്നിട്ട് അയാളുടെ മുഖത്തോട് നോക്കി ചോദിക്കണം, പിന്നെ ഞാനാരാ? അപ്പോഴത്തേനും പുള്ളി ഒരു മറുപടി, പ്രേതം. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എവിടേക്കോ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ട് അവസാനം ഗതി പിടിക്കാതെ വീണ്ടും ഞാനില്ലാത്തൊരു ദിവസം നോക്കിയിട്ട് എൻ്റെ വീട്ടിലേക്ക് കയറി വന്നൊരു പ്രേതം. ആ ഒരു ഡയലോഗും പറഞ്ഞിട്ട് പുള്ളി മേളിലോട്ട് സ്റ്റെയറിലോട്ട് കയറി അങ്ങ് പോയി. ബാക്കിയുള്ള വിഷമിച്ചിട്ട് സങ്കടത്തോടെ മുഖത്ത് ആ ഒരു ഇങ്ങനെ വിതുമ്പുന്ന ഒരു വൈജയന്തിനെ കാണിക്കണത്. എന്നിട്ട് പുള്ളിക്കാരത്തിയുടെ മുഖം പെട്ടെന്ന് തന്നെ ഗ്രാജുവലി ഇങ്ങനെ മാറുകയാണ്, അത് ദേഷ്യത്തിലേക്ക് ഇങ്ങനെ മാറുന്നു. കുറേ നേരം ബബിത ഇതിങ്ങനെ നോക്കി നിന്നിട്ട് പുള്ളിക്കാരത്തേക്ക് കയറിപ്പോയി. അതോടെ ആ ഒരു സീനോടെ കഴിഞ്ഞു.